Seas Ministries. கர்த்தரை நம்புகிறவனோ உயர்ந்த அடைக்கலத்திலே வைக்கப்படுவான். நீதிமொழிகள் 29:25. But whoso putteth his trust in the Lord shall be safe. Proverbs 29:25. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. மகிழ்ச்சிகரமான கடைசி மாதத்தில் காட் கோ சீஸ் மினிஸ்ட்ரி சார்பாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த ஆண்டு முழுவதும் தேவனாகிய கர்த்தர் நம்மையும் நம் குடும்பத்தையும் கிருபையால் தாங்கி நடத்தியிருக்கிறார். நம்முடைய போக்கிலும் வரத்திலும் நம்முடைய பிரயாணங்களிலும் கர்த்தர் நமக்கு துணையாயிருந்தது மாத்திரமல்ல, நம்முடைய பலவீனங்களிலே தம்முடைய வார்த்தையை அனுப்பி பலப்படுத்தியிருக்கிறார். நாம் அநேக நேரங்களிலே சோர்ந்து போய் இருந்த போதும் கர்த்தர் தம்முடைய வார்த்தையினாலே நம்மை தேற்றினார், நம்மை பலப்படுத்தினார். தேவனாகிய கர்த்தர் நம்மோடு கூட இருக்கிறார் என்பதை இதன் மூலம் அநேக நேரங்களிலே நம்மை உணர வைத்திருக்கிறார். விசேஷமாக இந்த கடைசி மாதத்திலே தேவனாகிய கர்த்தர் நிறைவான ஆசீர்வாதங்களால் நிரப்பி நம்மை ஆசீர்வதிப்பார் என்று நம்புகிறேன். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள். கர்த்தருடைய வார்த்தை உங்கள் நடுவிலே பெரிய காரியங்களை செய்யும். தேவனிடத்திலிருந்து ஆசீர்வாதங்களை காத்திருந்து பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் நிச்சயம் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமேன். പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ 16-ാം തീയതി രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ നൽകി നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങളെയും ദൈവം ധാരാളമായി മാനിക്കട്ടെ. ഈ പ്രവൃത്തി മുഖാന്തരം അനേക ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം തൻ്റെ വചനത്തെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കുകയാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഉത്കണ്ഠകൾ, ആകാംക്ഷകൾ, ടെൻഷൻ ഇവയൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമ്മളോട് ചെയ്യുന്ന ഒരു ആഹ്വാനമായിട്ട് നമുക്ക് ഈ വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആകയാൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മോട് കൂടെ ഇരുന്ന് ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ്
നമ്മളിവിടെ വായിച്ചിട്ടുള്ള ഈ വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായി നമുക്ക് ജീവിപ്പാൻ കഴിയും ഈ ലോകത്തിൽ എങ്ങനെ, അതാണ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകം വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരിടത്തും സ്വസ്ഥതയോ സമാധാനമോ കിട്ടാതെ എന്നും അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കടലിലെ തിരക്ക് ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന, കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിര പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അതുപോലെ പ്രശ്നബാധിതമാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഇവിടെ ടെൻഷൻ ഇല്ലാതെ, പ്രൈസ് ദി ലോർഡ്, ഫ്രീ ആയി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ എങ്ങനെ കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ് ഈ ഭാഗം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ അവസാന വാക്യങ്ങളിൽ സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. സ്തോത്രം. ഉയർത്തുന്ന ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ശക്തിയുള്ള കരം, നമുക്ക് വേണ്ടി കരുതുന്ന കരം നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. മാത്രമല്ല, നമ്മളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ നമ്മളെ ഫ്രീ ആക്കുന്നത് എന്താണ്, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ശക്തിയുള്ള കരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ 7-ാമത്തെ വാക്യം, ആ ദൈവത്തിൻ്റെ ഹൃദയം നമ്മളൊന്ന് നോക്കണം. എന്താണ് ദൈവത്തിൻ്റെ കരുതലിനെ, നമ്മൾക്ക് വേണ്ടിയുള്ള കരുതലിനെ കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ എന്താണ്? ഉറപ്പ് പറയുകയാണ്, ഒരു അഷ്വറൻസ് നമുക്ക് നൽകി തരികയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ഇതാണ് ഈ വചനങ്ങൾ നമ്മളെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പത്രോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുകയാണ്, ആ സഭയെ പ്പിച്ചുകൊണ്ട് പറയുകയാണ്, സഭയിൽ, പ്രൈസ് ദി ലോർഡ്, സഭയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അതെന്താണ്? ഒരു സഭ ഒരാളല്ല, അനേക വ്യക്തികൾ അടങ്ങിയിട്ടുള്ള സഭയാണ്. അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ആ ആറ്റിറ്റ്യൂഡ്, സ്തോത്രം, അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളിലുള്ള മൂപ്പന്മാര് ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായവനായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. ആരാ പ്രബോധിപ്പിക്കുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പ്രബോധിപ്പിക്കുന്നു. എങ്ങനെയുള്ള ഞാനാണ്? ഒരു കർത്താവിന്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായി നിൽക്കുന്ന ഒരു മൂപ്പൻ, അല്ലെങ്കിൽ അവരുടെ ഒരു എൽഡർ ആയിരിക്കുന്ന വ്യക്തി, അതുപോലെ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം കണ്ടിട്ടുള്ള, തൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയായിട്ടുള്ളവൻ, അവൻ്റെ തേജസ്സിന് കൂട്ടാളിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ മറുരൂപമലയിൽ താൻ കണ്ട ദർശനമായിരിക്കാം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അനുഭവമായിരിക്കാം. സ്വർഗാരോഹണം ചെയ്ത യേശു പലവട്ടം ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചായിരിക്കാം. എന്താണെങ്കിലും തേജസ്സിന്, കർത്താവിൻ്റെ തേജസ്സിന് കൂട്ടാളിയായ, താൻ പ്രാപിപ്പാനിരിക്കുന്നത് ആയിരിക്കാം. അങ്ങനെയുള്ളവൻ പ്രബോധിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരോടാ പറയുന്നത്? അന്നത്തെ സഭയിലാക്കി വെച്ച നേതാക്കന്മാരോട് പറയും, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം, മനഃപൂർവമായും ദ്രവ്യാഗ്രഹത്തോടെയുമല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എങ്ങനെയായിരിക്കണം? നമ്മൾ ഇനി അത് അവിടെ കാണുന്നു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ചുകൊള്ളുവിൻ. എന്താണ്? പരസ്പര ബഹുമാനത്തോടെ താഴ്മ ധരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ സഭയെ പ്രബോധിപ്പിക്കുകയാണ്, വിശ്വാസികളെ, സമൂഹത്തെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ ആരും വലുതല്ല, കാരണം എല്ലാവരും കർത്താവിൻ്റെ കീഴിലാണ്. എല്ലാവരും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. ഒരുവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം, മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്നു, സകലരും കീഴടങ്ങി തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ചുകൊണ്ട് ജീവിപ്പിൻ. എന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്കാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്? ഇവരെല്ലാവരും, ഈ സമൂഹം മുഴുവനും കൃപ ലഭിച്ച സമൂഹമാണ്. അവരോട് പറയുകയാണ്, താഴ്മയുള്ളവർ കൃപ നൽകുന്നു. അതിനുശേഷമാണ് നമ്മൾ വായിച്ച വചനം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിൻ.
പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് എന്താ ചെയ്യണമെന്നാണ് പറയുന്നത്? അവൻ തക്ക സമയത്ത്, ഇൻ ഡ്യൂ ടൈം, കറക്റ്റ് ടൈം, ഒരു സമയം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറാതെ നിങ്ങളെ ഉയർത്തേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉയർത്തുന്ന ദൈവം, തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നത്? അവൻ ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. നമ്മളെ ഇന്ന് വരെയും പല പല കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങൾ, സാമ്പത്തിക ഭാരങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, അതുപോലെ മാനസിക സംഘർഷങ്ങൾ, കടത്തെക്കുറിച്ചുള്ള ഭാരം, വീടില്ലാത്ത ഭാരം, ആഹാരത്തെക്കുറിച്ചുള്ള അനവധി ഭാരങ്ങളും പ്രയാസങ്ങളും വേറി നമ്മൾ ജീവിക്കുന്നവരാണ്. ആങ്സൈറ്റീസ്, ടെൻഷൻ, പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ഇവിടെ വാഗ്ദത്തം ചെയ്തത് എന്താണ്? ഒരു അഷുറൻസ്, ദൈവത്തിൻ്റെ ഉറപ്പ് എന്താണ്? അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടയായി തീരും എന്നുള്ള ആ വാഗ്ദത്തം നമുക്കിന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് ഹല്ലേലൂയ. നമുക്ക് എവിടെയാണ് ഉയർച്ച ആവശ്യമായിരിക്കുന്നത്? ഏത് പോയിന്റിലാണ് ദൈവം നമ്മെ ഉയർത്തേണ്ടത്, നമ്മൾ ഉയരേണ്ടത്, ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത് നമുക്കറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് വിടുതലയക്കുന്ന ദൈവം. നമുക്കറിയാമല്ലോ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫ്, സ്തോത്രം, ദൈവത്തിന്റെ വിടുതലിന്റെ സമയമായപ്പോൾ സ്തോത്രം എന്താ സംഭവിച്ചത്? രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പ്രൈസ് ദി ലോർഡ് നിലച്ചിരിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് രാജാവിൻ്റെ ആൾക്കാർ വന്നു. അവനെ ഒരുക്കി, വസ്ത്രം ധരിപ്പിച്ചു, കുളിപ്പിച്ചു, ഷേവ് ചെയ്ത് മിടുക്കനാക്കി, രാജവസ്ത്രം ധരിപ്പിച്ച് അവനെ രാജകൊട്ടാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് താൻ തകർന്നു പോയെന്ന് ചിന്തിച്ച സ്ഥാനം, സ്തോത്രം, എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തകർന്നു പോയില്ല. ദൈവം കൂടെയിരുന്നു. എന്നാൽ എല്ലാറ്റിനും അവൻ്റെ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം നിശ്ചയിച്ചിരുന്ന പരിശോധനകൾ, സങ്കീർത്തനത്തിൽ പറയുന്നു, സ്തോത്രം, അവൻ്റെ പരിശോധനകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം തക്ക സമയത്ത് അവനെ ആളയച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നിമിഷം പോലും തെറ്റിയിട്ടില്ല. പ്രൈസ് താണ് ദൈവസന്നിധിയിലിരുന്നു. ആരോടും പഴി പറയാതെ, കുറ്റം പറയാതെ, തൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ആവലാതി പറയാതെ, തൻ്റെ സഹോദരന്മാരെ പകയ്ക്കാതെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, തന്നെ ജനിപ്പിച്ച അപ്പനെയും അമ്മയും കുറ്റം പറയാതെ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തക്ക സമയത്ത് അവനൊരു വിടുതൽ അയക്കാനിടയായി. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്ന സമയമല്ല. അവനവിടെ പോത്തിഫോറിന്റെ ഭവനത്തിൽ കിടന്നു, സ്തോത്രം, പൊട്ടക്കിണറ്റിൽ കിടന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കാരാഗ്രഹത്തിൽ വന്നു. ഒരു തെറ്റും ചെയ്യാതെ സകലതും തനിക്ക് പ്രതികൂലമായി കിടന്നെങ്കിലും അവിടെ നിന്നെല്ലാം ദൈവം ഉയർത്തിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ്? സിംഹാസനത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് പറയുന്നത്, ഞാനും നിന്നെയും തമ്മിൽ തുല്യനാണ്, സിംഹാസനം കൊണ്ട് മാത്രമാണ് പ്രൈസ് ദി ലോർഡ് ഞാൻ നിന്നേക്കാൾ അല്പമായി ഉയർന്നിരിക്കുന്നത്. സ്തോത്ര, ആ ദേശത്തിന്റെ മന്ത്രിയാക്കുവാനിടയായി. ഉയർച്ച വരുന്നത് കണ്ടോ? ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ദൈവം ഉയർത്തി. ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശക്തിയുള്ള കരങ്ങളിൽ താണിരിക്കണം. ആരോടും പിറുപിറുക്കാതെ, ആരോടും യാതൊരു പ്രശ്നത്തിലും ഇടപെടാതെ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്ന യോസഫിനെ ഉയർത്തിയതുപോലെ പ്രിയമുള്ളവരെ നമ്മളെയും ദൈവം ഉയർത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയുന്നു, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. സ്തോത്രം. ആരാ ഉയർത്തുന്നത്? ദൈവം ഉയർത്തും. അതുകൊണ്ട് അവന്റെ ബലമുള്ള കയ്യിൽ അവനെ ബലപ്പെടുത്തുന്നു. അവന്റെ കരത്തിന്റെ ശക്തി എന്താണ്? നമ്മളെ ഉയർത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരത്തിൽ നമ്മൾ താണിരിക്കണം. സ്തോത്രം. രണ്ടാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുകയാൽ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി കരുതുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു നല്ല ശുഭഭാവി വരണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് കരുതുന്ന കരുതൽ ഇന്നവയെന്ന് ദൈവം അറിയുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ദൈവം കരുതുന്ന കരുതലുകൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടില്ല.
പ്രൈസ് ദി ലോർഡ്. ദൈവം കരുതുന്നു. നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം കരുതുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതുന്നു. നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് വേണ്ടി ദൈവം കരുതുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവനിൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും, നമ്മുടെ മാനസിക സംഘർഷങ്ങളും, നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്ത് ചെയ്യണം? അവൻ്റെ മേൽ വിട്ടുകൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. നമ്മൾ എന്തിന് ഭാരം ചുമക്കുന്നു, നമ്മൾ എന്തിന് ബുദ്ധിമുട്ട് സഹിക്കുന്നു, കർത്താവ് പറയുന്നു നിങ്ങളുടെ ചിന്തകളും ഭാരങ്ങളും ഒക്കെ നിങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം നമുക്ക് വ്യക്തിപരമായി നമുക്ക് വേണ്ടി കരുതുന്നു. വചനത്തിൽ നമ്മൾ കാണുന്നു, ലോകത്തിന് വേണ്ടി കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:16 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നു, എന്താണ്? ദൈവം ലോകത്തെ സ്നേഹിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം ലോകത്തെ സ്നേഹിക്കുക. ലോകത്തിന് വേണ്ടി കരുതുന്ന ദൈവത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. വീണ്ടും കാണാൻ എഫേസ്യ ലേഖനം 5:25 കാണുന്നു, ദൈവം സഭയ്ക്ക് വേണ്ടി കരുതുകയാണ്. സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ദൈവം സഭയെ കരുതുന്നു, ദൈവം ലോകത്തെ കരുതുന്നു, ദൈവം വ്യക്തിപരമായി നമ്മളെ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവൻ നമുക്കായി കരുതുന്നതാകയാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ കടന്നു പോകുന്ന വഴികൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചാകുലപ്പെടുമ്പോൾ ദൈവം അത് മുൻകൂട്ടി കരുതി ദൈവം നമുക്ക് വേണ്ടിയുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സകല ചിന്താകുലങ്ങളും ആകുലതകളും വേദനകളും വറീസ് ഡൗട്ട്സ് അതെല്ലാം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമുക്ക് അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. അവൻ നമുക്ക് വേണ്ടി കരുതൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്തൊരു ഉറപ്പാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇനി മറി ചുമക്കണ്ട, കഷ്ടം അനുഭവിക്കണ്ട, മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകണ്ട. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. എത്ര ഉറപ്പ് നമുക്ക് ദൈവം തരാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കരുതുന്ന ഒരു ഹൃദയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിപ്പാൻ മനസ്സവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുൻപേ അവൻ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നു. നമ്മൾ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ലെങ്കിലും ദൈവം അതറിഞ്ഞ് ദൈവം നമ്മുടെ പ്രശ്നത്തെ മാറ്റിമറിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ പ്രഭാതം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? നമ്മൾ ദൈവജനങ്ങളുടെ ഇടയിൽ നമ്മൾ തമ്മിൽ താഴ്മ ധരിക്കുക. സ്തോത്രം. ഒരുവനെ ഒടുക്കിക്കളയാതെ താഴ്മയോടെ ദൈവസന്നിധി ഇരിക്കുക. മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് ചിന്തിക്കുക. സകലതും ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചിന്തകളൊക്കെ നല്ല ചിന്തയായിരുന്നു. എനിക്ക് വേണ്ടി അവൻ കരുതുന്ന ഒരു ദൈവമാണ്. അവൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി കരുതും. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കുക. ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ ഒരിക്കലും അയ്യോ അതങ്ങനെ ആയിപ്പോയി, നമ്മൾ ആവലാതി പറഞ്ഞുകൊണ്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിരം ന്യായവാദങ്ങൾ നടത്താതെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ലെന്ന് വിശ്വസിച്ച് നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നമ്മൾ കാണാനിടയായി, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ഉറപ്പ് എത്ര ഭയങ്കര ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതും, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കരുതും എന്നുള്ള ഉറപ്പ് ഇന്ന് പകൽക്കാലം നമുക്ക് കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ എത്ര നിരാശപ്പെട്ടിരുന്നാലും, നമ്മുടെ ജീവിത സാഹചര്യം എത്ര പരാജയമെന്ന് നമുക്ക് തോന്നിയാലും, നമ്മുടെ ആഗ്രഹത്തിന് ഒത്ത് നമുക്ക് ഉയർന്നു വരുവാൻ കഴിയുന്നില്ലെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാലും, പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ഉയരണമെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. അവൻ നമുക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാൻ ഇടയായി തീരട്ടെ. നമ്മൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്.
പ്രൈസ് ലോർഡ്, നമ്മുടെ പരിധി എന്താണ് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി അതിന് ആ നിലവാരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ നോർമലായിട്ട് സംഭവിക്കുന്നു. നമുക്ക് മാത്രമല്ല, അനേകർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. നമുക്ക് ചിന്തിക്കുക, എന്നാൽ നമ്മൾ ചിന്തിക്കുക, ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാൾ ദൈവം നമ്മെ ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ തന്നെ നമ്മളെ ക്രിസ്തുയേശുവിൽ കാണുക മാത്രമല്ല, അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയും നമ്മൾക്ക് വേണ്ടി കരുതുകയും നമ്മളോട് അത്രമാത്രം സ്നേഹം കാണിക്കുകയും ചെയ്ത ആ ദൈവകൃപയെ നമ്മൾ ഓർത്തു നോക്കുകയും, അവൻ നമുക്ക് വേണ്ടി കരുതിയത് കൊണ്ടാണ് അവൻ്റെ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ വിളിക്കനുസരിച്ച് നമുക്ക് അവനോട് പ്രതികരിപ്പാൻ ഇടയായി തീർന്നത്. കർത്താവിൻ്റെ വിളി, ആ സുവിശേഷത്തിലൂടെയുള്ള നമ്മുടെ വിളി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് അവനിൽ വിശ്വസിപ്പാനും കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിപ്പാനും നമുക്ക് തോന്നി. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും അതേ വിളി ലഭിച്ചു. അവർക്കൊന്നും കഴിയുന്നില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല, അവർ സമർപ്പിച്ചിട്ടില്ല. ദൈവം എല്ലാവരെയും വിളിച്ചു, പക്ഷെ അവർ സമ്മതിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവത്തിന് വിശ്വസിപ്പാനിടയായി. അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതും. നമ്മൾ മക്കളാണ്, നമ്മൾ പ്രിയ മക്കളാണ്, അവൻ നമ്മൾക്ക് വേണ്ടി കരുതുവാനുള്ളൊരു മനസ്സുണ്ട് എന്ന് ഈ പകൽക്കാലം നമുക്ക് വിശ്വസിപ്പാനിടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വചനം ഇവിടാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സ്തോത്രം, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാം. അവനിൽ തന്നെ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നാഥ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായി. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു. അങ്ങ് ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ ഉയർത്തുന്ന ദൈവം, തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുന്ന ദൈവം. ആകയാൽ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങയുടെ മേൽ ഇടുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ താഴ്മയോടെ ഇരിപ്പാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഗോഡ് ഹൂസീസ് മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തോമസ് സാറിനെ, തൻ്റെ ഭാര്യയെ, കുഞ്ഞുങ്ങളെ, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന തൻ്റെ ടീമംഗങ്ങളെ ഒക്കെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നല്ലവനും വല്ലഭനുമായി കൂടിയിരിക്കണം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകി തന്നുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടെ നമുക്ക് ദൈവമുമ്പാകെ ആയിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ